ഇതാണ്ട് ഇതെന്താന്ന് മനസ്സിലായോ? ഇതുകൊണ്ടാണ് ഇതാണ്ട് ഇത് കുറച്ചും കൂടെ മേടിച്ചത്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കായംകുളം മൂന്നാംകുറ്റിയിലുള്ള ജയാൻ മന്തിയിലാണ്. ജയാൻ മന്തിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മെനു നോക്കിയപ്പോൾ 5% GST ഒക്കെ കൂട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എന്നിട്ട് 1-2 ഐറ്റംസ് ഒക്കെ നോട്ട് ചെയ്തു. ചോദിച്ചപ്പോൾ അതെല്ലാം തീർന്നു പോയി. പിന്നെ ഞങ്ങളോട് പറഞ്ഞത് അൽഫാമും പിന്നെ ദാണ്ട ഈ ഐറ്റം കൂടാണ് ഉണ്ടായിരുന്നത്. അതിന്റെ പേരാണ് ക്രീം ബട്ടർ അൽഫാം മന്തി. ഹാഫ് അൽഫാമും ഹാഫ് ക്രീം ബട്ടർ അൽഫാം മന്തിയും ഓർഡർ ചെയ്തു. അങ്ങനെ സംഭവം കണ്ടപ്പോൾ നല്ല തിക്ക് ഗ്രേവി. അങ്ങനെ ഞങ്ങള് പ്ലേറ്റിലേക്കാക്കി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം നല്ല ഉപ്പ്. ബട്ടർ കൂടിപ്പോയോണ്ടാണോ എന്നറിയില്ല, നല്ല ഉപ്പുണ്ടായിരുന്നു. അത് ഞങ്ങൾ ചോറിനകത്ത് അത് കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റി ചോറിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങളത് കഴിച്ചത്. പിന്നെ കുറച്ച് റൈസ് കൂടെ മേടിച്ചു. അത് മൊത്തം കഴിക്കണ്ടേ, ചോറിനകത്ത് ശരിക്കും മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങളത് ലാസ്റ്റ് അത് കഴിച്ചത്. അങ്ങനെ ഞങ്ങളത് ഒടുവിൽ അത് കഴിച്ചു തീർത്തു. ബില്ല് കെട്ടി പോയി അടച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച പോലെ എന്താണ് ജയാൻ മന്തിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും പറയണേ. അപ്പോൾ ഓക്കെ, ബൈ.